everyone and warm welcome to all our respected personalities and distinguished guests. Today we are here, the grand Golden Jubilee celebration of Malappuram Service Cooperative Bank Limited. നമസ്കാരം. മലപ്പുറത്തിന് ഇത്ര സന്തോഷമേ ഉള്ളൂ. നിങ്ങളുടെ ദിവസമാണ്. ഒരു കാലഘട്ടത്തിൽ എന്നും മലപ്പുറത്തിന്റെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഏറ്റവും വലിയ ആശ്രയമായിരുന്ന മലപ്പുറം സർവീസ് സഹകരണ ബാങ്ക് ഗോൾഡൻ ജൂബിലി ഉദ്ഘാടനത്തോടനുബന്ധിച്ച ആഘോഷ ചടങ്ങുകളിലേക്ക് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ധന്യമായ ചടങ്ങുകളിലേക്ക്. So before that, we would like to share something about Malappuram Service Cooperative Bank Limited. ബാങ്കിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾക്കറിയാം. അതിനുശേഷം നമ്മുടെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. തീർച്ചയായും മലപ്പുറത്തിലെ ഓരോ ജനങ്ങളുടെയും ഓരോ മനസ്സിന്റെയും സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഏറ്റവും മികച്ച പിന്തുണയായി ആശ്രയമായിരുന്ന മലപ്പുറം സർവീസ് സഹകരണ ബാങ്ക് ഗോൾഡൻ ജൂബിലി ഉദ്ഘാടന ചടങ്ങിൽ ഈ ഒരു നിമിഷത്തിൽ ഇരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. തീർച്ചയായും 50 വർഷക്കാലമായി 1962 തുടക്കം കുറിച്ച ഈ ബാങ്ക് ഇപ്പോൾ 50 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഈ 2012 മാറിയ കാലത്തിന്റെ ഏറ്റവും മികച്ച മാറ്റങ്ങൾ ഉൾക്കൊണ്ട് വിവര സാങ്കേതിക വിദ്യ ഏറ്റവും കൂടുതൽ പ്രാബല്യത്തിൽ കൊണ്ടുവന്ന് ഓരോ ജനങ്ങൾക്കും എന്നും പിന്തുണയായി പ്രഖ്യാപിച്ചുകൊണ്ട് മലപ്പുറം സർവീസ് സഹകരണ ബാങ്ക് എന്നും ജനങ്ങൾക്കൊപ്പം ജനങ്ങളോടൊപ്പം എന്നും. Thank you. നമുക്ക് സ്വാഗതം ചെയ്യാം. So we would like to request our guest of honor, our own industrial minister, നമ്മുടെ സ്വന്തം PK കുഞ്ഞാലിക്കുട്ടി സാറിനെ സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായും മലപ്പുറത്തിന്റെ എല്ലാ സന്തോഷവും പ്രകടമാക്കേണ്ട നിമിഷമാണ്. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ തന്നെ മലപ്പുറം നഗരസഭ ചെയർമാനായി കേരളത്തിന്റെ എല്ലാ നന്മയ്ക്കുമായി പ്രവർത്തിക്കുന്ന അദ്ദേഹത്തെ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സർ. എന്റെ പ്രത്യേകിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ല. ഈസ് ദ വൺ പേഴ്സൺ, വൺ ആൻഡ് ഓൺലി മഞ്ഞളാംകുഴി അലി സർ, ദ അർബൻ ഡെവലപ്മെന്റ് മിനോറിറ്റി Affairs Minister of Kerala. We would like to welcome. തീർച്ചയായും ഈശ്വരന്റെ എല്ലാ അനുഗ്രഹവും ബാങ്കിലും ബാങ്കിലെ ഓരോ മെമ്പർമാർക്കും ഇവിടെ ഈ ഒരു ചടങ്ങിന് എത്തിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 50 വർഷം മാത്രമല്ല ഒരുപാട് വർഷം മലപ്പുറത്തിന്റെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് എന്നും നമുക്കൊരു ആശ്രയമായി നിന്ന് മലപ്പുറം സർവീസ് സഹകരണ ബാങ്കിന് എല്ലാവിധ നന്മകളും വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വാഗത പ്രസംഗത്തിനായി for the welcome speech I would like to welcome the bank president Sri KK Abdullah Master, please. ബഹുമാന്യനായ നമ്മുടെ മുൻ ചെയർമാനും മലപ്പുറത്തിൻ്റെ എല്ലാ വികസനത്തിലും മുന്നിൽ നിൽക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട IT വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ആദ്യമായി സ്വാഗതം ചെയ്യും. നമ്മുടെ ബാങ്കുമായി എല്ലാ നിലക്കും സഹകരിക്കുന്ന ഞങ്ങളുടെ പ്രവർത്തനത്തിൽ അദ്ദേഹത്തിൻ്റെ മണ്ഡലങ്ങളിൽ നിന്ന് വരുന്ന ആളുകളുമായി എല്ലായ്പ്പോഴും ഞങ്ങളോടൊപ്പം നിന്നിട്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ന്യൂനപക്ഷ ക്ഷേമനഗര വികസന വകുപ്പ് മന്ത്രി മഞ്ഞളാംകുഴി അലി സാഹിബ് അവർകളെ സ്വാഗതം ചെയ്യും. അദ്ദേഹമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി അനിൽകുമാറിനെ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും സ്വാഗതം പറഞ്ഞ് ഈ പരിപാടി കൂടുതൽ നീട്ടിക്കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളെല്ലാം മെഗാ ഷോ പരിപാടി കാണാൻ വന്നിരിക്കുകയാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷ സ്ഥാനത്തെ ബഹുമാനപ്പെട്ട MLA ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. As per the agenda, this is the time to deliver the presidential address. We would like to welcome our own MLA P. Ubaidullah sir. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു അധ്യക്ഷ പ്രസംഗത്തിനു വേണ്ടി. ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന IT വ്യവസായ വകുപ്പ് മന്ത്രി ജനാബ് PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ AP അനിൽകുമാർ അവർകളെ, ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന നഗരകാര്യ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ മഞ്ഞളാംകുഴി അലി സാഹിബ് അവർകളെ, ബഹുമാന്യനായ
മുൻ കേരള ഗവൺമെൻറ് ചീഫ് വിപ്പ് KPA മജീദ് സാഹിബ്, ബഹുമാനപ്പെട്ട മലപ്പുറം മുനിസിപ്പൽ ചെയർമാൻ ശ്രീ KP മുസ്തഫ, ബഹുമാനപ്പെട്ട സംസ്ഥാന സഹകരണ ബാങ്ക് ഡയറക്ടർ P അബ്ദുൽ ഹമീദ് സാഹിബ്, ബഹുമാനപ്പെട്ട മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് ശ്രീ പാലോളി കുഞ്ഞു മുഹമ്മദ് സാഹിബ്, ഈ ബാങ്കിൻ്റെ പ്രസിഡന്റ് ബഹുമാനനായ ശ്രീ KK അബ്ദുള്ള മാസ്റ്റർ, ബാങ്കിൻ്റെ സെക്രട്ടറി ശ്രീമതി P വിജയകുമാരി, ബാങ്കിൻ്റെ മുൻ പ്രസിഡന്റും സഹകരണ ആശുപത്രി പ്രസിഡന്റുമായ NK അബ്ദുസലാം മാസ്റ്റർ, ബഹുമാനനായ നബാർഡ് DDM ശ്രീ KP പത്മകുമാർ, ബഹുമാനനായ ലീഡ് ബാങ്ക് മാനേജർ ശ്രീ ഉണ്ണികൃഷ്ണൻ, ബഹുമാനനായ ശ്രീ കൊന്നോല യൂസഫ് സാഹിബ്, ബാങ്ക് വൈസ് പ്രസിഡന്റ് ശ്രീ വാളൻ സമീർ, ബഹുമാനപ്പെട്ട മുനിസിപ്പൽ കൗൺസിലർ ശ്രീമതി ബേബി ഷിംജ, മറ്റു ഭരണസമിതി അംഗങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മലപ്പുറത്തെ ജനങ്ങളുടെ വിശ്വാസമാർജിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ ധനകാര്യ സ്ഥാപനമാണ് മലപ്പുറം സർവീസ് സഹകരണ ബാങ്ക്. കേരളത്തിലെ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലേക്കും കടന്നു കയറാൻ ഇന്ന് സഹകരണ പ്രസ്ഥാനത്തിന് സാധ്യമായിട്ടുണ്ട്. ഏറ്റവും നല്ല ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ ആര് പറയും? ഏറ്റവും നല്ല ബാങ്ക് അത് സഹകരണ ബാങ്കാണ്. ഏറ്റവും നല്ല ആശുപത്രി ഏതാണെന്ന് ചോദിച്ചാൽ ഉടൻ മറുപടി പറയും, ഏറ്റവും നല്ല ആശുപത്രി സഹകരണ ആശുപത്രിയാണ്. ഏറ്റവും നല്ല മെഡിക്കൽ കോളേജ് ഏതാണെന്ന് ചോദിച്ചാൽ അതിനുത്തരവും അത് സഹകരണ മെഡിക്കൽ കോളേജാണ്. ഏറ്റവും നല്ല കോളേജ് ഏതാണെന്ന് ചോദിച്ചാൽ അത് സഹകരണ കോളേജാണ്. അങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യ രംഗത്ത്, സാമ്പത്തിക രംഗത്ത് എല്ലാ രംഗത്തും കടന്നു കയറാൻ നമ്മുടെ സഹകരണ പ്രസ്ഥാനത്തിന് സാധിച്ചത് കേരളത്തിലെ ജനങ്ങൾ ഈ പ്രസ്ഥാനത്തെ അർപ്പിച്ചിട്ടുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ്. കേരളത്തിലെ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ബാങ്കുകളിലൊന്ന് മലപ്പുറം സർവീസ് സഹകരണ ബാങ്കാണ് നമുക്കറിയാം. ഇവിടെ സ്വാഗത പ്രസംഗത്ത് പറഞ്ഞതുപോലെ ഇതിനു മുമ്പും ഇപ്പോഴുമൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഭരണസമിതി, വളരെ ആത്മാർത്ഥമായി സേവനം ചെയ്ത ജീവനക്കാർ, ഇവരുടെയൊക്കെ കൂട്ടായ പ്രവർത്തനത്തിന് ഫലമായി ഈ ബാങ്കിന് ജനങ്ങളുടെ മനസ്സുകളിൽ കൂടുതൽ സ്ഥാനം പിടിക്കാനും കൂടുതൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാനും ഇത് സാധ്യമായിക്കൊണ്ടിരിക്കുന്നു. ആധുനിക ബാങ്കിംഗ് സംവിധാനം നടപ്പാക്കിയിട്ടുള്ള സർവീസ് സഹകരണ ബാങ്കുകളിൽ പ്രഥമ സ്ഥാനം മലപ്പുറം സർവീസ് സഹകരണ ബാങ്കിനാണ്. അതോടൊപ്പം വിദ്യാഭ്യാസ രംഗത്ത് ഈ വിദ്യാഭ്യാസ പ്രോത്സാഹന പ്രവർത്തനവുമായി ഈ ബാങ്ക് മുന്നോട്ട് വരുന്നു. ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഈ ബാങ്ക് പ്രാധാന്യം കൽപ്പിക്കുന്നു. അങ്ങനെ എല്ലാ നിലയിലും ജനങ്ങളുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ നല്ല സംരംഭങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ മലപ്പുറം സർവീസ് സഹകരണ ബാങ്കിൻ്റെ 50ാം വാർഷികാഘോഷ പരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ കേരള വ്യവസായ IT വകുപ്പ് മന്ത്രി കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവരെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി ചെയ്യുന്നു. പ്രിയങ്കരായ വേദിയിലുള്ള അധ്യക്ഷൻ MLA, സഹപ്രവർത്തകരായ മന്ത്രിമാർ അനിൽകുമാർ, മഞ്ഞളാംകുഴി അലി, മജീദ് സാഹിബ്, നേരത്തെ ഇവിടെ സ്വാഗതം ചെയ്ത മുനിസിപ്പൽ ചെയർമാൻ, മുനിസിപ്പൽ കൗൺസിലർമാർ, അതുപോലെ തന്നെ ബാങ്ക് പ്രസിഡന്റ്, സെക്രട്ടറി, അതുപോലെ ഡയറക്ടർമാർ, ഭാരവാഹികൾ, ജനപ്രതിനിധികൾ, പ്രിയങ്കരായ സഹോദരി സഹോദരന്മാരെ, സമയം ചുരുക്ക എന്ന് വിചാരിച്ചിട്ടാണ് അഭിസംബോധന ചുരുക്കിയത്. അനൗൺസ്മെൻ്റ് ഇനി വേണ്ട എന്ന് പറഞ്ഞത്. 50 വർഷം പിന്നിട്ട മലപ്പുറം ബാങ്കിൻ്റെ സക്സസ് ആഘോഷിക്കാൻ വേണ്ടി ഇരിക്കുന്ന സദസ്സാണ്. അവരെ അതിന് വിടുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. 1962 തുടങ്ങി 50 വർഷം പിന്നിട്ട ഈ സന്ദർഭത്തിൽ മലപ്പുറത്തുകാർക്ക് അഭിമാനമുണ്ട്. ബാങ്കിൻ്റെ റിപ്പോർട്ടിലുള്ളത് നല്ല പണം നീക്കിയിരിപ്പുണ്ട് എന്നാണ്. അത് കൂടുതൽ പാവങ്ങൾക്കും സാമൂഹ്യക്ഷേമ പദ്ധതികൾക്കും അതുപോലെ തന്നെ കഴിയാവുന്നത്ര ജനക്ഷേമ പരിപാടികൾക്കും ചെലവഴിക്കണം എന്ന അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഈ ഭരണസമിതിയെ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് അവർക്ക് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇതിൻ്റെ പരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും നന്ദി. ജയ് ഹിന്ദ്. താങ്ക് യു സർ. താങ്ക് യു സർ. മലപ്പുറം സർവീസ് സഹകരണ ബാങ്കിന്റെ 50 വർഷം ആഘോഷിക്കുന്ന ഈ ഒരു വേളയിൽ സുവർണ ജൂബിലി വർഷത്തെ 50 ഇന വിജയകരമാകുന്ന പദ്ധതികളുടെ പ്രഖ്യാപനത്തിനായി
ശ്രീ AP അനിൽകുമാർ സാറിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട പട്ടികജാതി പിന്നോക്കക്ഷേമ ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ AP അനിൽകുമാർ സാറിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ എൻ്റെ ബഹുമാന്യ സുഹൃത്ത് നമ്മുടെ MLA ശ്രീ ഉബൈദുള്ള സാഹിബ്, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ആദരണീയനായ സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, എൻ്റെ ബഹുമാന്യ സഹപ്രവർത്തകൻ നഗരപാലിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ മഞ്ഞളാംകുഴി അലി, വേദിയിലുള്ള ഞാൻ സൂചിപ്പിച്ച പോലെ പേരുകളൊന്നും പറയുന്നില്ല, മജീദ് സാഹിബ് ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തികളൊക്കെ തന്നെ വേദിയിലുണ്ട്. ഇതേറെ സന്തോഷകരമായ സന്ദർഭമാണ്. ഞാനും കൂടുതൽ സംസാരിക്കുന്നില്ല. മലപ്പുറം സർവീസ് സഹകരണ ബാങ്ക് 50 വർഷം പിന്നിടുമ്പോൾ, ഞാൻ ഈ 50 വർഷം പിന്നിടുന്ന ഈ സന്ദർഭം ബാങ്കും ബാങ്കിലെ ഭരണസമിതിയും അതുപോലെ ജീവനക്കാരും മാത്രമായി ആഘോഷിക്കാതെ മലപ്പുറത്തുകാർക്കും ഒരു ആഘോഷം നൽകിയതിനെ പ്രത്യേകം അഭിനന്ദിക്കുവാൻ ഈ സന്ദർഭം വിനിയോഗിക്കുക. തീർച്ചയായിട്ടും ബാങ്കിൻ്റെ വിജയത്തിൽ എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ സഹകരണ ബാങ്കുകൾ എൻ്റെയും നിങ്ങളുടെയും നമ്മുടെയും ബാങ്കാണ്, സാധാരണക്കാരൻ്റെ ബാങ്കാണ്. ആ ബാങ്ക് നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകുന്നു. മാത്രമല്ല 50 വർഷം പിന്നിടുന്നതോടൊപ്പം 50 പുതിയ പദ്ധതികൾ, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന പദ്ധതികൾ കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വന്നതിന് പ്രത്യേകം ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് സുവർണ ജൂബിലി വർഷത്തെ 50 ഇന പദ്ധതികളുടെ പ്രഖ്യാപനം നടത്തിയതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സുവർണ ജൂബിലി വർഷത്തെ 50 ഇന പദ്ധതികൾ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട പിന്നോക്കക്ഷേമ ടൂറിസം വകുപ്പ് മന്ത്രി AP അനിൽകുമാർ സാർ. കാർഷിക വ്യവസായിക മേഖലകൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ഇടപാടുകാർക്ക് നിരവധി ആനുകൂല്യങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുത്തിയതാണ് ഈ പദ്ധതി. തീർച്ചയായും ബാങ്ക് മലപ്പുറത്തെ ഓരോരുത്തർക്കും വേണ്ടി ഏറ്റവും മികച്ച സേവനങ്ങൾ കാഴ്ചവെക്കുന്ന ഈ 50 പദ്ധതികൾക്കും എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് മലപ്പുറത്തിലെ എല്ലാവരും നിറഞ്ഞൊരു കയ്യടികളോടുകൂടി ഇത് സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു സുപ്രധാന ചടങ്ങിലേക്ക് പ്രവേശിക്കുകയാണ്. ഡോക്യുമെന്ററി പ്രകാശനമാണ്. നമ്മുടെ എല്ലാം തന്നെ നമ്മുടെ സ്വന്തം നഗരവികസന വകുപ്പ് മന്ത്രി മഞ്ഞളാംകുഴി അലി സാറിനെ ക്ഷണിക്കുന്നു. ഡോക്യുമെന്ററി പ്രദർശനത്തിനായി ബഹുമാനപ്പെട്ട ന്യൂനപക്ഷക്ഷേമ നഗരവികസന വകുപ്പ് മന്ത്രി ശ്രീ മഞ്ഞളാംകുഴി അലി സാറിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഡോക്യുമെന്ററി പ്രകാശനത്തിനായി 50 വർഷക്കാലത്തെ സേവനത്തിന്റെ ഒരു പരിപൂർണതയാണ്. സുവർണ ശോഭയോടെ 50 വർഷം നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുകയാണ് ഈ CD-യിലൂടെ. ഡോക്യുമെന്ററി പ്രകാശനം ബഹുമാനപ്പെട്ട ന്യൂനപക്ഷക്ഷേമ നഗര വികസന വകുപ്പ് മന്ത്രി ശ്രീ മഞ്ഞളാംകുഴി അലി സർ ഈ ഒരു വേദിയിൽ വെച്ച് നിർവഹിച്ചിരിക്കുകയാണ്. സുവർണ ശോഭയോടെ 50 വർഷം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, പ്രിയങ്കരനായ ഉബൈദുള്ള MLA, ഈ യോഗത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാനപ്പെട്ട PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, എൻ്റെ സഹപ്രവർത്തകൻ ശ്രീ AP അനിൽകുമാർ, വേദിയിലിരിക്കുന്ന മറ്റ് ആദരണീയരായ സഹപ്രവർത്തകരായ ജനപ്രതിനിധികളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇവിടെ ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ പ്രസംഗിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് തന്നെ ഞാൻ അധികം കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഒരൊറ്റ കാര്യം മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് കേരളത്തിൽ ഇന്ന് മലപ്പുറം മോഡൽ എന്ന ഒരു ചിന്താഗതിയുണ്ട്. അത് വളരെ ഫേമസ് ആണ്, എല്ലാ ആൾക്കാർക്കും അതിനെപ്പറ്റി അറിയാം. IT-യിലായാലും സഹകരണ മേഖലയിലായാലും എന്തൊരു കാര്യത്തിലായാലും നമ്മൾ മലപ്പുറം ജില്ലയാണ് പല കാര്യങ്ങൾക്കും നമ്മൾ ഒരു മാർഗദർശിയായിട്ട് മുമ്പിൽ നിൽക്കുന്നത്. നമ്മുടെ മലപ്പുറം സഹകരണ ബാങ്കും അതേ രീതിയിലുള്ള വലിയൊരു പ്രവർത്തനമാണ് ഇവിടെ കാഴ്ചവെച്ചത്. ആ ബാങ്ക് വളരെ നന്നാവട്ടെ, മലപ്പുറം നന്നാവട്ടെ, കേരളം നന്നാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഡോക്യുമെൻ്ററിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അഭിവന്ദനങ്ങൾ. മലപ്പുറത്തിന് വേണ്ടി മാറ്റിവെച്ച ഈ ധന്യമായ ചടങ്ങിന് ഉദ്ഘാടകനായി എത്തിയ
ശ്രീ PK കുഞ്ഞാലിക്കുട്ടി സാറിന് ആദരപൂർവ്വം ഞങ്ങളുടെ സ്നേഹോപഹാരം സമർപ്പിക്കുന്ന ഈ ഒരു വേദിയിലേക്ക് ഉപഹാരം നൽകുന്നത് ബാങ്ക് പ്രസിഡന്റ് KK അബ്ദുള്ള മാസ്റ്ററാണ്. താങ്ക് യു സർ. താങ്ക് യു. തുടർന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ വളരെ തിരക്കുകൾക്കിടയിൽ ഓടിയെത്തിയ നമ്മുടെ സ്വന്തം AP അനിൽകുമാർ സാറിനുള്ള ഉപഹാര സമർപ്പണമാണ്. ബാങ്ക് വൈസ് പ്രസിഡന്റ് വാളൻ സമീറിനെ ക്ഷണിക്കുന്നു ഉപഹാരം നൽകുന്നതിന് വേണ്ടി. ടൂറിസം മേഖലയിലെ അനന്ത സാധ്യതകൾ മലപ്പുറത്തിനും ഗുണകരമായ ഒട്ടനവധി കാര്യങ്ങൾ അദ്ദേഹം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീ AP അനിൽകുമാർ സാറിന് ഞങ്ങളുടെ സ്നേഹോപഹാരം സമർപ്പിച്ചിരിക്കുന്നു. സന്തോഷപൂർവ്വം സാർ അത് ഏറ്റുവാങ്ങിയിരിക്കുന്നു. താങ്ക് യു സർ. അടുത്ത ഉപഹാരം നമ്മുടെ സ്വന്തം മന്ത്രി മഞ്ഞളാംകുഴി അലി സാറിനാണ്. ഡയറക്ടർ N മുഹമ്മദ് ഉപഹാരം നൽകുന്നു. ഡയറക്ടർ N മുഹമ്മദ് കുഞ്ഞിപ്പ. ബാങ്ക് ഡയറക്ടർ N മുഹമ്മദ് എന്ന കുഞ്ഞിപ്പാണ് ഉപഹാരം നൽകുന്നത്. താങ്ക് യു സർ. അടുത്ത നമ്മുടെ സ്വന്തം MLA P ഉബൈദുള്ള സാറിനുള്ള ഉപഹാര സമർപ്പണമാണ്. ഡയറക്ടർ KK മുസ്തഫയാണ് ഉപഹാരം നൽകുന്നത്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ അധ്യക്ഷൻ കൂടിയായ ശ്രീ P ഉബൈദുള്ള MLA അദ്ദേഹത്തിന് ഉപഹാരം സമർപ്പിക്കുന്നു. താങ്ക് യു സർ. താങ്ക്സ് ലോർഡ്. അടുത്തത് KP മുസ്തഫ അദ്ദേഹത്തിനുള്ള ഉപഹാരം നൽകുന്നത് ഡയറക്ടർ P അഷ്റഫാണ്. അദ്ദേഹത്തെ കൂടി സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് പാലോളി കുഞ്ഞു മുഹമ്മദ് അദ്ദേഹത്തിനുള്ള ഉപഹാരം നൽകുന്നതിന് ഡയറക്ടർ K ഖലീലിനെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ P അബ്ദുൽ ഹമീദ് സാർ അദ്ദേഹത്തിനുള്ള ഉപഹാരം നൽകുന്നു. ഡയറക്ടർ M മുഹമ്മദ് സലീം അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അടുത്തത് NK സലാം മാസ്റ്റർക്കുള്ള ഉപഹാരം നൽകുന്നത് ഡയറക്ടർ KP നിസാർ തങ്ങളാണ്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. ജില്ലാ സഹകരണ ആശുപത്രി മലപ്പുറം പ്രസിഡന്റ് ശ്രീ NK സലാം മാസ്റ്റർ അദ്ദേഹത്തിന് ഞങ്ങളുടെ സ്നേഹോപഹാരം സമർപ്പിക്കുന്നു. M ഉണ്ണികൃഷ്ണൻ സാർ അദ്ദേഹത്തിനുള്ള ഉപഹാരം നൽകുന്നതിന് ഡയറക്ടർ P നസീമയെ ക്ഷണിക്കുന്നു. ഡയറക്ടർ P നസീമ presenting the honor to ഉണ്ണികൃഷ്ണൻ. Again PK ബേബി ഷിംജയ്ക്കുള്ള ഉപഹാരം നൽകുന്നതിന് വേണ്ടി ബാങ്ക് സെക്രട്ടറി P വിജയകുമാരി മാഡത്തെ ക്ഷണിക്കുന്നു. നമ്മുടെ വാർഡ് കൗൺസിലർ ശ്രീമതി PK ബേബി ഷിംജ സോ മേഡത്തിനുള്ള ഉപഹാര സമർപ്പണമാണ് വേദിയിൽ നടക്കുന്നത്. അടുത്തതായി യൂസഫ് കൊന്നാലത്തിനുള്ള ഉപഹാരം നൽകുന്നതിന് വേണ്ടി ബാങ്ക് സെക്രട്ടറിയെ ക്ഷണിക്കുന്നു. P വിജയകുമാരി മാഡത്തിന്. യൂസഫ് കൊന്നാല നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ അതിഥികളെയാണ് നമ്മൾ ആദരിക്കുന്നത്. ജില്ലാ സഹകരണ ആശുപത്രി ഡയറക്ടർ ശ്രീ യൂസഫ് കോന്നോല സോ അദ്ദേഹത്തിന് ഉപഹാരം സമർപ്പിക്കുകയാണ് ഈ ഒരു വേദിയിൽ ബാങ്ക് സെക്രട്ടറി ശ്രീമതി P വിജയകുമാരി. തീർച്ചയായും മലപ്പുറം സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ഗോൾഡൻ ജൂബിലി ആഘോഷത്തിലേക്ക് എത്തി നിൽക്കുന്ന ഈ നിമിഷം നിങ്ങൾ മുമ്പിൽ സമർപ്പിക്കുകയാണ്. റിപ്പോർട്ട് പ്രസന്റേഷനാണ് ഔദ്യോഗിക ചടങ്ങിന്റെ ഭാഗമായി ഇവിടെ നടക്കുന്നത്. റിപ്പോർട്ട് അവതരണത്തിനായി ബാങ്ക് സെക്രട്ടറി ശ്രീമതി P വിജയകുമാരി മേഡത്തിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമസ്കാരം. ബഹുമാന്യനായ അധ്യക്ഷൻ, മറ്റു വേദിയിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, മലപ്പുറം സർവീസ് സഹകരണ ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചിട്ട് 50 വർഷം പൂർത്തിയാക്കിയതിൻ്റെ ആഘോഷവേളയിലാണ് നാം ഇന്ന്. 1962 മാർച്ച് മാസം 21-ാം തീയതി രജിസ്റ്റർ ചെയ്ത് തൻവർഷം ജൂൺ 4-ന് പ്രവർത്തനം തുടങ്ങിയ ബാങ്കിൻ്റെ പ്രഥമ പ്രസിഡന്റ് പരേതനായ KM മൊയ്തു ഹാജിയായിരുന്നു. തുടർന്ന് PT നാരായണൻകുട്ടി നായർ, M അബൂബക്കർ, CK മുഹമ്മദ് കുട്ടി, PP മുഹമ്മദ്, NK സലാം മാസ്റ്റർ എന്നിവർ വിവിധ ഘട്ടങ്ങളിൽ പ്രസിഡന്റ് പദവിയിൽ സ്തുത്യർഹമായ സേവനം ചെയ്തു. അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നതിനായി മലപ്പുറം നഗരസഭ ചെയർമാൻ ശ്രീ AP മുഹമ്മദ് മുസ്തഫ സാറിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഫോർ ദ ഫെലിസിറ്റേഷൻ അഡ്രസ്. ഒന്നും സംസാരിക്കുന്നില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ആശംസ അറിയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ഞാൻ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്. ഓൾമോസ്റ്റ് എല്ലാവരും റെഡിയായ സ്ഥിതിക്ക് നിങ്ങൾക്ക് വേണ്ടി ഈ ചടങ്ങിന് പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നതിനായി ബാങ്ക് വൈസ് പ്രസിഡന്റ് ശ്രീ വാലൻ സമീർ ബാബു സാറിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഫോർ ദ വോട്ട് ഓഫ് താങ്ക്സ്. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, അതുപോലെ അക്ഷമരായി അടുത്ത പരിപാടിക്ക് വേണ്ടി കാത്തിരിക്കുന്ന എൻ്റെ മുമ്പിലിരിക്കുന്ന മലപ്പുറത്തുകാരായ നാട്ടുകാരെ, ഇന്നത്തെ ബാങ്കിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഈ മുമ്പിലിരിക്കുന്ന ഈ ജനസമുദ്രം തന്നെയാണ് ബാങ്ക് ഈ വിജയത്തിലെത്താനുള്ള ഏറ്റവും വലിയ കാരണം. അതിന് ഏറ്റവും കൂടുതൽ നന്ദി അറിയിക്കുന്നത് നിങ്ങൾ മാത്രമാണ്.
അതുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത നമ്മുടെ ഇനമായ മെഗാ ഷോയിലേക്ക് നിങ്ങളേവരെയും ക്ഷണിക്കുകയാണ്. അതിനുവേണ്ടി ഞങ്ങൾ വഴിമാറുന്നു. നന്ദി, നമസ്കാരം. സ്ഥലനാമ ചരിതങ്ങളിൽ ഈ ഇടത്തിന് മലപ്പുറം എന്നു പേര്. മലകളുടെ പുറമെന്നോ മലകൾ കാവൽ നിൽക്കുന്ന പുറമെന്നോ ആ പേരിനർത്ഥം എന്ന സ്ഥലനാമ ചരിത്ര ഗവേഷകരുടെ വാദപ്രതിവാദങ്ങൾക്ക് ഇവിടെ പ്രസക്തിയില്ല. ഇത് മലപ്പുറമാണ്. ഒരുപാട് ചരിത്ര സ്മൃതികൾ ഉറങ്ങുന്ന മലപ്പുറം. ഈ ദേശത്തിന്റെ ഹൃദയത്തിൽ ശ്രീരാമനാമം പാടുന്ന തുഞ്ചന്റെ ശാരിക പൈതലിന്റെ കൊഞ്ചലുണ്ട്. സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിനെതിരെ മുഴങ്ങിയ ലോഹകണ്ഠങ്ങളിലെ തക്ബീർ ധ്വനികളുണ്ട്. മലപ്പുറം ചരിത്ര സ്മൃതികളുടെ ഒരു ആമാടപ്പെട്ടിയാണ്. 3548 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള മലപ്പുറം ജില്ലയിൽ ചാലിയാർ, കടലുണ്ടി, ഭാരതപ്പുഴ എന്നീ നദികൾ ജലസമൃദ്ധിയേകുന്നു. ഒരു കാലത്ത് യൂറോപ്യൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന മലപ്പുറം പിന്നീട് ടിപ്പു സുൽത്താന്റെ അധീനതയിലായി. മലപ്പുറത്തിന്റെ ഹൃദയത്തിലൂടെ ഒഴുകുന്ന നിളാനദിക്ക് ഈ ദേശത്തിന്റെ ഉൾത്തുടുപ്പുകളെപ്പറ്റി ഏറെയുണ്ടാവും പറയാൻ. തിരുനാവായ മണൽപ്പുറം 12 വർഷത്തിലൊരിക്കൽ നടത്തപ്പെട്ടിരുന്ന മാമാങ്കം എന്ന ഉത്സവത്തിനും ചാവേറുകളുടെ പോരാട്ട വീര്യത്തിനും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഇവിടുത്തെ മണൽത്തരികൾ. തീപാറുന്ന പോരാട്ടങ്ങളുടെ കഥകൾ മാത്രമല്ല ഈ പുണ്യദേശത്തിന് പറയുവാനുള്ളത്. ശാരിക പൈതലിനെ കൊണ്ട് രാമകഥ പാടിച്ച മലയാളത്തിന്റെ പിതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ ജന്മം കൊണ്ട് ധന്യമായതും ഈ മലപ്പുറമെന്ന ദേശമാണ്. തുഞ്ചൻ പറമ്പിലെ കൈക്കാത്ത കാഞ്ഞിരം പോലെ ഈ നാട് മധുരം നിറഞ്ഞ എന്തൊക്കെ ഓർമ്മകൾ നെഞ്ചടുക്കി പിടിക്കുന്നുണ്ടാവും. അറബി മലയാളത്തിൽ സുന്ദരമായ മൈലാഞ്ചി പാട്ടുകളും പടപ്പാട്ടുകളും നമുക്കുവേണ്ടി ഒരാൾ കുറിച്ചുവെച്ചു. മഹാകവി മൊയിൻകുട്ടി വൈദ്യർ. മലപ്പുറത്തിന്റെ മനോഹാരിതയിലിരുന്നാണ് വൈദ്യർ ബദറുൽ മുനീർ ഹുസ്നുൽ ജമാൽ എന്ന മനോഹര പ്രണയകാവ്യം. ഇന്ത്യാ ചരിത്രത്തിലെ ഇനിയും കണ്ണീരുണങ്ങാത്ത ഒരേടുണ്ട്. അതാണ് വാഗൺ ട്രാജഡി. ലോഹാന്ത ഗർഭശ്രേണി നിറയെ ശവങ്ങളെ വഹിച്ച് ആ ഒറ്റക്കണ്ണൻ തീവണ്ടി കിതച്ചോടിയത് ഈ നാടിന്റെ ഹൃദയത്തിലൂടെയാണ്. മലപ്പുറത്തിന്റെ ഹൃദയത്തിൽ നിസ്സഹായരുടെ നിലവിളികളുടെ പ്രതിധ്വനി ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ടാകും. ഖിലാഫത്ത് പ്രസ്ഥാനം ഏറ്റവും സ്വാധീനം ചെലുത്തിയത് മലപ്പുറത്തിനെയാണ്. 1921 മാപ്പിള ലഹള അതിന്റെ ബാക്കി പത്രം. കാഴ്ചയുടെ വാതായനങ്ങൾ സഞ്ചാരിക്ക് മുന്നിൽ സ്നേഹപൂർവം തുറക്കുന്ന കോട്ടക്കുന്നിനും അവിടെ വീശുന്ന കാറ്റിനും ഭാരതത്തിന്റെ ദേശീയ പതാക ഉയർത്തിക്കെട്ടാൻ പോരാടിയ ഒരുപാട് ധീരന്മാരുടെ കഥ പറയാനുണ്ടാവും. എല്ലാ ദേശങ്ങൾക്കും വിജയപരാജയങ്ങളുടെ ഏറെ കഥകളുണ്ടാവും പറയാൻ. എന്നാൽ അർപ്പണമനോഭാവവും സുതാര്യതയും കൊണ്ട് വിജയത്തിന്റെ സോപാനത്തിലേക്ക് നടന്നു കയറുന്ന പ്രസ്ഥാനങ്ങളും സ്ഥാപനങ്ങളും അപൂർവ കാഴ്ചാനുഭവങ്ങളാകുന്ന ഇക്കാലത്ത് നമ്മുടെ നാട്ടിൽ അതിനൊരപവാദമായി വിജയഗാഥകൾ സ്വന്തമായുള്ള ഒരു കൂട്ടായ്മയുണ്ട് ഈ മലപ്പുറത്ത്. ഹജൂർ കച്ചേരിയിലെ കൊടിമരത്തിൽ യൂണിയൻ ജാക്കിനു പകരം ത്രിവർണ പതാക ഉയർന്ന് 15 വർഷങ്ങൾക്ക് ശേഷമുള്ള ആ തീയതി ഈ നഗരം കുറിച്ചിട്ടത് ചരിത്ര പുസ്തകത്തിലെ ചിതലെടുത്തു പോകുന്ന കടലാസു താളിലല്ല, മറിച്ച് ഈ ദേശത്തിന്റെ ഹൃദയത്തിലാണ്. ആയിരത്തി 1962 ജൂൺ 4 ഒരു ജനതയുടെ വഴിവിളക്കുപോലെ
ജീവിത ക്ലേശങ്ങളുടെ ഉഗ്രതാപത്തിൽ കുളിർത്തണലേകുന്ന ഒരു വഴിമരം പോലെ. മലപ്പുറം, മേൽമുറി, പാണക്കാട് എന്നീ വില്ലേജുകൾ ഉൾക്കൊള്ളുന്ന മലപ്പുറത്തെ ജനകീയ കൂട്ടായ്മയായ മലപ്പുറം സർവീസ് സഹകരണ ബാങ്ക് എന്ന നമ്മുടെ ദേശത്തിൻ്റെ മധുരസ്വപ്നം പൂവണിഞ്ഞു. അന്ന് മലപ്പുറം ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസിൽ വെച്ച് കൂടിയ ബാങ്കിന്റെ ഒന്നാമത് പൊതുയോഗത്തിൽ 22 പേർ പങ്കെടുത്തു. മലപ്പുറത്തിന്റെ വികസന ചരിത്രത്തിൽ ഒരുപാട് സുവർണാധ്യായങ്ങൾ ഭാവിയിൽ എഴുതിച്ചേർക്കാൻ പ്രതിജ്ഞാബദ്ധമായ ആ മനുഷ്യസ്നേഹികളുടെ പ്രഥമ യോഗത്തിൽ ബഹുമാന്യനും പൊതുകാര്യ പ്രസക്തനുമായ ശ്രീ KM മൊയ്തു ഹാജിയെ ബാങ്കിന്റെ ആദ്യ പ്രസിഡന്റായി ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തു. സത്യസന്ധതയും സേവന തൽപരതയും വഴിച്ചൂട്ട് കറ്റയാക്കി നമ്മുടെ ബാങ്ക് ഒരുപാട് ദൂരം സഞ്ചരിച്ചു. ആ അർപ്പണ മനോഭാവത്തിന്റെ അംഗീകാരമായി 1979 ജൂലൈ 1 തീയതി ക്ലാസ് 3 പദവിയും 1980 ജൂലൈ 1 തീയതി ക്ലാസ് 2 പദവിയും 1984 ജനുവരി 1 തീയതി ക്ലാസ് 1 പദവിയും ബാങ്ക് കരസ്ഥമാക്കി. പിന്നീട് 1997 ഫെബ്രുവരി മാസം 1 തീയതി ബാങ്ക് സ്പെഷ്യൽ ഗ്രേഡ് പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. KM മൊയ്തു ഹാജിക്ക് ശേഷം VT നാരായണൻകുട്ടി നായർ, M അബൂബക്കർ, CK മുഹമ്മദ് കുട്ടി, M അബൂബക്കർ, NK അബ്ദുസ്സലാം, PP മുഹമ്മദ് എന്നിവർ ബാങ്കിന്റെ പ്രസിഡന്റ് പദവിയിൽ സ്തുത്യർഹമായ സേവനമനുഷ്ഠിച്ചു. മലപ്പുറത്തിന്റെ ഹൃദയസ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ നമ്മുടെ ബാങ്കിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ശ്രീ KK അബ്ദുള്ളയാണ്. 1962 പ്രവർത്തനമാരംഭിച്ച മലപ്പുറം സർവീസ് സഹകരണ ബാങ്ക് ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാണ്. അന്താരാഷ്ട്ര സഹകരണ വർഷമായ 2012 നമ്മുടെ ബാങ്കിൻ്റെ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുകയാണ്. രാഷ്ട്രീയ, ജാതി, മത വ്യത്യാസമില്ലാതെ പ്രവർത്തിച്ച് ഈ ബാങ്കിനെ ഉന്നതിയിലെത്തിച്ച എല്ലാ നല്ലവരായ ജനങ്ങളോടും ഈ അവസരത്തിൽ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. മലപ്പുറം സർവീസ് സഹകരണ ബാങ്ക് എന്ന മഹത്തായ ജനകീയ പ്രസ്ഥാനത്തിന്റെ പ്രഥമ ശാഖ 1984 ഏപ്രിൽ 7 തീയതി മേൽമുറിയിലെ ജനങ്ങൾക്ക് സമർപ്പിക്കപ്പെട്ടു. പിന്നീട് 1987 ഏപ്രിൽ 22 തീയതി സാമൂതിരിയുടെ ചരിത്ര സ്മരണകൾ ഉറങ്ങുന്ന കോട്ടപ്പടിയിലും 1995 മെയ് 22 തീയതി മുണ്ടുപറമ്പിലും 2003 കരുണയുടെയും സ്നേഹത്തിന്റെയും ഓതുമണമുള്ള കാറ്റ് വീശുന്ന പാണക്കാടും ബാങ്കിന്റെ ശാഖകൾ തുറന്നു. 2005 മലപ്പുറത്തിന് ബാങ്ക് ഒരു സായാഹ്ന ശാഖയും സമ്മാനിച്ചു. രാജ്യത്തെ മുൻനിര ബാങ്കുകൾ പോലും ധനവിനിമയ രംഗത്തെ കമ്പ്യൂട്ടർ വൽക്കരണത്തെ ഒട്ടാശങ്കയോടെ നോക്കിക്കണ്ടിരുന്ന കാലത്തിന്റെ ശാസ്ത്രീയ നേട്ടങ്ങൾക്കൊപ്പം മലപ്പുറം സർവീസ് സഹകരണ ബാങ്കിനെ കൈപിടിച്ച് നടത്താൻ പ്രാപ്തരായ ഭരണസമിതി വിവരസാങ്കേതിക വിദ്യയുടെ അനന്ത സാധ്യതകൾ പ്രയോജനപ്പെടുത്തി. 2000 ഏപ്രിൽ 1 ബാങ്ക് അതിന്റെ മുഴുവൻ ശാഖകളും കമ്പ്യൂട്ടർവൽക്കരിച്ചു. അങ്ങനെ മലപ്പുറത്തിന്റെ സ്വന്തം ബാങ്ക് ലോക ബാങ്കിംഗ് രംഗത്തേക്ക് ചുവടുവെച്ചു. ഏപ്രിൽ 3 മലപ്പുറം നഗരമധ്യത്തിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മലപ്പുറം സർവീസ് സഹകരണ ബാങ്കിന്റെ ഹെഡ് ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. നീണ്ട 19 വർഷക്കാലം ഈ ജനകീയ ബാങ്കിന്റെ അമരക്കാരനായി ജനസേവനത്തിന്റെ വഴിയിലൂടെ എന്നും സഞ്ചരിച്ച സലാം മാസ്റ്ററും അദ്ദേഹത്തിന് ശക്തിയും പ്രോത്സാഹനവുമായ മറ്റംഗങ്ങളും ബാങ്കിനെ വിജയത്തിലേക്ക് എത്തിക്കുവാൻ ഒരുപാട് സഹായിച്ചു. മലപ്പുറം ജില്ലാ ആസ്ഥാനത്ത് ധാരാളം ബാങ്കുകൾ ഉണ്ടെങ്കിൽ തന്നെയും മലപ്പുറത്തെ സാധാരണക്കാരുടെ ബാങ്കായ
മലപ്പുറം സർവീസ് സഹകരണ ബാങ്ക് ഇന്ന് കേരള സംസ്ഥാനത്ത് തന്നെ സഹകരണ ബാങ്കുകളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ബാങ്കായി മാറിയിരിക്കുകയാണ്. ഇന്ന് കേരള സംസ്ഥാനത്ത് തന്നെ സഹകരണ രംഗത്ത് പ്രാഥമിക സഹകരണ ബാങ്കുകളുടെ കൂട്ടത്തിൽ ഒരു മാതൃകാ ബാങ്കായി മലപ്പുറം സർവീസ് സഹകരണ ബാങ്കിന് ഉയരാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ബാങ്ക് ഈ നിലയിൽ എത്തിച്ചേരാനുള്ള കാരണം മലപ്പുറത്തുകാരുടെ എല്ലാവിധ പിന്തുണയും സർവോപരി അതാത് കാലഘട്ടങ്ങളിലെ ജീവനക്കാരുടെയും എല്ലാറ്റിലുമുപരിയായി ബാങ്കിൻ്റെ ഭരണസമിതിയെയും അവിടുത്തെ കർമ്മോത്സുകരായ ജീവനക്കാരുടെയും കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ബാങ്കിന് ഈ നിലയിലുള്ള ഈ ഉയർച്ചയിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടുള്ളത്. ഇന്ന് ഈ യൂബിലി വർഷത്തിൽ ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യം നൽകുന്നതിൻ്റെ ഫലമായി അവർക്ക് നൽകുന്ന വായ്പകളുടെ പലിശ നിരക്ക് കാര്യമായിട്ട് കുറച്ചു എന്നുള്ളതാണ് ബാങ്ക് ഭരണസമിതിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ കാര്യത്തിൽ ബാങ്ക് ഭരണസമിതിയെയും അതിൻ്റെ ജീവനക്കാരെയും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ മാന്യ സഹകാരി സുഹൃത്തുക്കളെയും ഈ സമയത്ത് പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയാണ്. ബാങ്കിൻ്റെ ഈ ഗോൾഡൻ ജൂബിലി വർഷം വളരെ നല്ല രീതിയിൽ ആകട്ടെ എന്ന് ആശംസിക്കുകയാണ്. കാലത്തിനൊപ്പം അല്ലെങ്കിൽ അതിലും ഒരു ചുവട് മുന്നേ മലപ്പുറം സർവീസ് സഹകരണ ബാങ്ക് നടന്നു. മലപ്പുറത്തിന്റെ വികസനമെന്ന മനുഷ്യസ്നേഹികളുടെ സ്വപ്നത്തിന്റെ തളിർപ്പച്ചയിലേക്ക്. 2006 മാർച്ച് 4 എനി ബ്രാഞ്ച് ബാങ്കിംഗ് ബാങ്ക് നടപ്പിൽ വരുത്തി. ബാങ്കിന്റെ ഒരു ബ്രാഞ്ചിന്റെ അക്കൗണ്ടിൽ നിന്നും മറ്റേതു ബ്രാഞ്ചുമായും ഇടപാട് നടത്തുവാനുള്ള ഈ സൗകര്യം തീർച്ചയായും കേരള സഹകരണ ബാങ്കിംഗ് മേഖലയിൽ ഒരു പുത്തനുണർവിന്റെ ചന്ദ്രപ്രഭ പരത്തി. മലപ്പുറം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ 20 വർഷമായിട്ട് ഞാൻ ഇടപാട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. നമ്മൾ 20 വർഷത്തെ ഈ കാലയളവിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ആ ബാങ്കിൽ കാണാനും ഇടയായി. മാത്രമല്ല എല്ലാ സാധാരണക്കാരായ ജനങ്ങൾക്കും നല്ല സൗകര്യപ്രദമായ രീതിയിലുള്ള ലോൺ സൗകര്യങ്ങളും മറ്റെല്ലാവിധ സൗകര്യങ്ങളും അവർ ഒരുക്കി തരുന്നുണ്ട്. ബാങ്കിൻ്റെ സർവീസിങ് മേഖല വളരെ അത്ഭുതം തോന്നുന്ന തരത്തിലായിരുന്നു അവരുടെ സർവീസ്. കാരണം ബിസിനസ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന എനിക്ക് എപ്പോഴും സമയത്തിൻ്റെ പരിധി ഉണ്ടാവും. ആ പരിധിക്കിടയിൽ ഓടി ബാങ്കിൽ ചെന്നാൽ എപ്പോഴും പെട്ടിയിൽ വെച്ച പൈസ പോലെ അത്രയും സമയത്തിനുള്ളിൽ നമുക്ക് പൈസ എടുക്കാനുള്ള ഒരു സംവിധാനം അവിടെ ഉണ്ട്. അവരുടെ എല്ലാവരും നന്നായി കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുന്ന രീതി ട്രെയിൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അത്രയും നന്നായിട്ടാണ് അവരുടെ സർവീസ്. ഒരുപാട് ഗവൺമെൻറ് മേഖലകളിലും ബാങ്കുകളൊക്കെ ഉണ്ടെങ്കിലും എനിക്കെപ്പോഴും സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിനോടൊരു വലിയ താല്പര്യം തോന്നാറുണ്ട്. കാരണം നമ്മളുടെ അടുത്തുള്ള ബാങ്ക്, നമ്മളുടെ വീട്ടിലെ ബാങ്ക് എന്നൊക്കെ തോന്നാറുണ്ട്. 50ാം വാർഷികം ആഘോഷിക്കുന്ന മലപ്പുറം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന് എൻ്റെ എല്ലാവിധ ആശംസകളും. വിജയശൃംഖങ്ങളിലേക്കുള്ള മലപ്പുറം സർവീസ് സഹകരണ ബാങ്കിന്റെ ക്ഷീണം മറന്നുള്ള ജൈത്രയാത്രയിൽ തങ്കലിപികളിൽ എഴുതിച്ചേർത്ത ഒരു തീയതിയുണ്ട്. 2006 ആണ്ടിലെ ജൂൺ 6 കേരളത്തിലെ സഹകരണ ബാങ്കുകളുടെ ചരിത്രത്തിലാദ്യമായി തങ്ങളുടെ എല്ലാ ബ്രാഞ്ചുകളെയും ബന്ധിപ്പിച്ചുകൊണ്ട് മലപ്പുറം സർവീസ് സഹകരണ ബാങ്കിന്റെ ഹെഡ് ഓഫീസിൽ ATM സ്ഥാപിക്കപ്പെട്ടു. ABB സൗകര്യത്തോടെ ATM നടപ്പിലാക്കിയ കേരളത്തിലെ ആദ്യ സഹകരണ ബാങ്ക് എന്ന പെരുമ മലപ്പുറം സർവീസ് സഹകരണ ബാങ്കിന് മാത്രം സ്വന്തമായി. കേരളത്തിലെ സഹകരണ ബാങ്കുകളുടെ ചരിത്രത്തിലെ ഒരു സാങ്കേതിക വിപ്ലവത്തിന്റെ പ്രൗഢോജ്വലമായ തുടക്കമായിരുന്നു അത്. ലക്ഷ്യബോധവും അർപ്പണ മനോഭാവവും നാടിന്റെ സർവ്വതോന്മുഖമായ വികസനത്തിനായുള്ള ത്യാഗപൂർണമായ സന്നദ്ധതയും ഒരുമിക്കുമ്പോൾ വിജയം ഒരു ശ്വാസദൂരത്തിനും അടുത്താണ് എന്ന് ബാങ്ക് ഭരണസമിതി ഒരിക്കൽ കൂടി തെളിയിച്ചു. ഇന്ത്യയിലെ മുൻനിര ബാങ്കുകൾക്ക് മാത്രം കരഗതമായിരുന്ന സൗകര്യങ്ങളായിരുന്നു ടെലി ബാങ്കിംഗ് സൗകര്യവും SMS ബാങ്കിംഗ് സൗകര്യവും. 2008 ഫെബ്രുവരി 25 നമ്മുടെ ബാങ്ക് ആ സാങ്കേതിക വിദ്യയും ജനങ്ങൾക്കായി സമ്മാനിച്ചു. അക്കൗണ്ട് വിവരങ്ങൾ തത്സമയം അറിയാനുതകുന്ന ഈ സാങ്കേതിക വിദ്യ പണമിടപാടുകളെ ഹിമഗണം പോലെ സുതാര്യമാക്കി. ബാങ്കിന്റെ സേവനങ്ങൾക്കും ഗുണമേന്മയ്ക്കുമുള്ള അന്താരാഷ്ട്ര അംഗീകാരമായ ISO 9001 ബാങ്കിന് ലഭിച്ചു.
സംസ്ഥാന സർക്കാരിന്റെയും സഹകരണ വകുപ്പിന്റെയും ഒട്ടനവധി പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും ഇതിനിടെ ബാങ്ക് സ്വന്തമാക്കി. ഒരു ബാങ്കിന്റെ വളർച്ചയെന്നത് അത് പ്രതിനിധാനം ചെയ്യുന്ന ജനസമൂഹത്തിന്റെ വളർച്ചയാണ് എന്ന് തിരിച്ചറിഞ്ഞ നിസ്വാർത്ഥമതികളുടെ പ്രവർത്തനങ്ങളുടെ ഫലമാണ് ബാങ്കിന്റെ കിരീടത്തിലെ പൊൻതൂവലുകളായി വിരാജിക്കുന്ന ഈ പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും. കൃഷി, തൊഴിൽ, വ്യവസായം തുടങ്ങിയ സമസ്ത മേഖലകളിലുമുള്ളവർക്കും കുറഞ്ഞ പലിശ നിരക്കിലുള്ള വായ്പാ പദ്ധതികളുമായി ബാങ്ക് ഒരു കൈത്താങ്ങായി നാട്ടിലെ പ്രവാസികളുടെ വിവിധ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും വിവാഹം, പാർപ്പിട നിർമ്മാണം, വാഹനം വാങ്ങൽ എന്നുവേണ്ട എല്ലാ വിഭാഗത്തിലുമുള്ള ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള ആശ്രയ കേന്ദ്രമായി മലപ്പുറം സർവീസ് സഹകരണ ബാങ്ക് മാറുന്നതിലൂടെ നാടിന്റെ വികസനത്തിന്റെ അവസാന വാക്കായി നമ്മുടെ ബാങ്ക്. ഞാൻ ഗോവിന്ദ പണിക്കർ 40 കൊല്ലം കേന്ദ്ര ഗവൺമെൻറ് സർവീസിൽ ജോലി എടുത്തിട്ട് പെൻഷനായി വന്നതാണ്. ഇപ്പോൾ വീട്ടിൽ സ്വസ്ഥമാണ്. 45 കൊല്ലം എനിക്ക് മലപ്പുറം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കായിട്ട് ബന്ധമുണ്ട്. എനിക്ക് അവരോടൊക്കെ നല്ല ബഹുമാനമുണ്ട്. അവരൊക്കെ എനിക്ക് നല്ല ട്രീറ്റ്മെൻറ്റാണ് തന്നിട്ടുള്ളത്. 50-ാം വർഷം ആഘോഷിക്കുന്ന ഈ വേളയിൽ മലപ്പുറം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന് ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു. ലോകത്തിൽ ഏതു ഭാഗത്തു നിന്നുമുള്ള ചെക്കുകൾ, ഡ്രാഫ്റ്റുകൾ എന്നിവ ചുരുങ്ങിയ സമയത്തിൽ മാറുവാനുള്ള സൗകര്യം, ഇന്ത്യയിൽ എവിടേക്കുമുള്ള ഡിമാൻഡ് ഡ്രാഫ്റ്റ് സൗകര്യം, ഇടപാടുകാർക്ക് സേഫ് ഡിപ്പോസിറ്റ് ലോക്കർ സൗകര്യം എന്നിവയെല്ലാം ബാങ്ക് ഒരുക്കിയിരിക്കുന്നു. ആധുനിക ബാങ്കിങ്ങിന്റെ മറ്റൊരു രൂപമായ RTGS, NEFT സൗകര്യം വഴി ഇന്ത്യയിലെ ഏത് ബാങ്കിന്റെ ഏത് ശാഖയിലേക്കും നിമിഷ